ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചക്കക്കുരു കൊണ്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇതിലേക്ക് ഞാനിവിടെ വേവിച്ചെടുത്ത 1 കപ്പ് ചക്കക്കുരുവാണ് എടുത്തിട്ടുള്ളത്. പ്രഷർ കുക്കറിലേക്ക് ചക്കക്കുരു ഇട്ടിട്ട് നല്ലപോലെ കഴുകിയെടുത്ത ചക്കക്കുരു ഇട്ടിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോഴേക്കും ചക്കക്കുരു നല്ലപോലെ വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ വെളുത്ത തൊലിയോട് കൂടെ തന്നെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെന്ത് കഴിഞ്ഞാൽ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴേക്കും ആ ഒരു വെളുത്ത തൊലി പോയി കിട്ടും കേട്ടോ. അങ്ങനെ വെളുത്ത തൊലിയൊക്കെ കളഞ്ഞെടുത്ത ഈ ഒരു ചക്കക്കുരുവാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. 1 കപ്പ് ചക്കക്കുരു. ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഈ ഒരു ബ്രൗൺ കളറിലുള്ള തൊലിയെക്കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കളയണ്ട കേട്ടോ, ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ ചക്കക്കുരു നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരു ആണ് കേട്ടോ. അതുകൊണ്ട് ഞാനിവിടെ ജസ്റ്റ് തവി വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അധികം പൊടിയൊന്നും ഇല്ലാത്ത കുരുവാണെങ്കിൽ പകുതി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുക, ബാക്കിയുള്ളത് ഇതുപോലെ ഉടച്ചെടുക്കുക കേട്ടോ. ഇനി 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ചക്കക്കുരു ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കണം കേട്ടോ. എന്നാൽ ആ നെയ്യിൻ്റെ ഫ്ലേവറൊക്കെ ചക്കക്കുരുവിൽ നല്ല പോലെ പിടിച്ചു കിട്ടുള്ളൂ. ഈ സമയത്ത് വലിയ പീസസ് ഒക്കെ ഉണ്ടെങ്കിൽ തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. സാധാരണ പശുവിൻ പാലാണ് കേട്ടോ. ഈ സമയത്ത് ഒരുപാട് പാല് ചേർക്കണ്ട, 1/2 കപ്പ് മതി. ആ ചക്കക്കുരുവിൽ പാല് നല്ലപോലെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സമയത്ത് കുറച്ച് പാല് ചേർക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് പാലും കൂടെ ചേർത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഏകദേശം 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേക്കും ചക്കക്കുരുവിന് ആ ഒരു പാലിൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ച് നല്ലൊരു ടേസ്റ്റായിട്ട് വരും. ഇപ്പോൾ ഞാനിവിടെ നല്ല പോലെ ചെറിയ തീയിൽ വെച്ചിട്ട് 4 മിനിറ്റോളം ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. വലിയ പീസ് ഈ സമയത്ത് ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ചേർക്കുന്നില്ല കേട്ടോ, പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ, അതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള പാല് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള പാൽ എന്ന് പറയുമ്പോൾ 1.5 കപ്പ് പാൽ കേട്ടോ. മൊത്തത്തിൽ 2 കപ്പ് പാൽ, 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള 1.5 കപ്പ് പാലും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ ഈ ഒരു ചക്കക്കുരു പായസം റെഡി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് കേട്ടോ. ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇങ്ങനെ പായസം ഉണ്ടാക്കാൻ എടുക്കുമ്പോൾ നല്ല പൊടിയുള്ള ചക്കക്കുരു ഇല്ലേ, അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതാവുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ചക്കക്കുരു പായസം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്